നമസ്കാരം. പ്രണയത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? എന്തൊരു ചോദ്യമാണല്ലേ. പ്രണയിക്കാത്ത ആളുകൾ ഉണ്ടാകുമോ? തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും ജീവിതത്തിൽ പ്രണയം തോന്നാത്തവർ ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. എങ്കിൽ പിന്നെ പ്രണയം വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അതിനുത്തരം ചിലപ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും മനസ്സിൽ പ്രണയം പൊട്ടിമുളയ്ക്കാം. പക്ഷേ അത് മറുഭാഗത്തുള്ളയാളിൽ ഉണ്ടായെങ്കിലേ അത് വിജയിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. പ്രണയിക്കുന്നവർ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ ആ പ്രണയം വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നതും സഫലമാകാതെ പോകുന്നതും നിർഭാഗ്യകരമാണ്. പ്രണയത്തിൽ ഭാഗ്യമില്ലാതെ പോകുന്നവർ നിരവധിയാണ്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. ഒരു വ്യക്തി ജനിച്ച രാശിയും അതിന് കാരണമാണെന്നാണ് ജ്യോതിഷപ്രകാരം പറയുവാൻ സാധിക്കുക. പ്രണയകാര്യത്തിൽ ഭാഗ്യമില്ലാത്ത ചില രാശിക്കാർ അഥവാ നക്ഷത്രജാതർ ഉണ്ട്. ആരൊക്കെയാണ് ഇങ്ങനെയുള്ളവർ എന്നതാണ് ഇന്ന് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായും മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം. ഇവരുടെ പല മുഖങ്ങളും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന സ്വഭാവവും കാരണം മിഥുനം രാശിക്കാർ വിശ്വസിക്കാൻ കഴിയാത്തവരാണെന്നും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാഞ്ചാടുന്നവരാണെന്നും ഒരു പറച്ചിലുണ്ട്. അതിനാൽ തന്നെ വ്യക്തിബന്ധങ്ങൾക്കും പ്രത്യേകിച്ച് പ്രണയത്തിന് മിഥുനം അത്ര മികച്ച രാശി അല്ല. ഒരു പതിവിനോടും അതുപോലെ ദിനചര്യയോടും അച്ചടക്കത്തോടുള്ള അവരുടെ താല്പര്യക്കുറവ് കാരണം പ്രതിബദ്ധതയിലും ബന്ധത്തിലെ ആത്മാർത്ഥതയിലും ഇവർ പിന്നിലായിരിക്കും. മിഥുനം രാശിക്കാർ അവരുടെ ചടുലവും ആകർഷകവുമായ വ്യക്തിത്വത്താൽ പലപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കുന്നു. അവരുടെ മനോഹാരിതയും വിവേകവും അവരെ കൂട്ടുകെട്ടുകളിൽ ജനപ്രിയമാക്കുന്നു. എന്നിരുന്നാലും ഈ ആകർഷണം ചിലപ്പോൾ ബാഹ്യമായ ആകർഷണമായി കലാശിക്കുന്നു. കാരണം പല മിഥുനം രാശികളും ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കൂടാതെ ഇവരുടെ ഇരട്ട സ്വഭാവവും ഒരു വെല്ലുവിളിയാകാം. പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവരും വിവേകികളുമാണെങ്കിലും ഒരു താല്പര്യത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാനുള്ള ഇവരുടെ പ്രവണത ശാശ്വതമായ ബന്ധങ്ങൾക്ക് തടസ്സമാവുക തന്നെ ചെയ്യും. ഈ സ്ഥിതി അർത്ഥവത്തായ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞേക്കാം. അടുത്തതായി ഈ കൂട്ടത്തിൽ വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികം രാശിക്കാർ വളരെയധികം അഭിലാഷങ്ങൾ ഉള്ളവരും തീവ്ര സ്വഭാവികളും ആണെങ്കിലും അവരുടെ തീവ്ര വികാരങ്ങൾ വിശ്വാസക്കുറവിനും പൊസസീവ്നെസ്സിനും കാരണമാകും. വഞ്ചിക്കപ്പെടുമെന്ന ചിന്ത കാരണം പലപ്പോഴും ഇവർക്ക് ബന്ധങ്ങളിൽ വൈകാരിക അടുപ്പത്തിന് സാധിക്കാറില്ല എന്നതാണ് വസ്തുത. അടുത്തത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. മകരം രാശിയിൽ പിറന്ന ഇവർക്ക് ബന്ധങ്ങൾക്ക് വേണ്ടത്ര സമയമോ ശ്രദ്ധയോ ലഭിക്കാറില്ല, അല്ലെങ്കിൽ കൊടുക്കാറില്ല എന്ന് പറയാൻ സാധിക്കും. ഇവർ എപ്പോഴും അവരുടെ ജോലിക്കും ലക്ഷ്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുക. പ്രായോഗികതയും യാഥാർത്ഥ്യബോധത്തിൻ്റെയും വില ഇവർ കൽപ്പിക്കുന്നില്ല എന്നതാണ് സാരം. പ്രണയബന്ധങ്ങളിലും സാഹചര്യങ്ങളിലും തീർത്തും അപരിചിതരെ പോലെ ഇവർ പെരുമാറുന്നതും കാണുവാൻ സാധിക്കും. അടുത്തത് ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിരാശിയിൽ പിറന്ന ഇവർ ബന്ധങ്ങളിൽ പോലും പൂർണ്ണത തിരയുന്ന ആളുകളാണ്. യോജിച്ച പങ്കാളിയെ കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെടും. ഇവരുടെ വിമർശനാത്മകമായ സ്വഭാവവും വലിയ പ്രതീക്ഷകളും കാരണം ബന്ധത്തിൽ ആശയവിനിമയം സുതാര്യമാവുകയില്ല. അത് പ്രതിസന്ധികളെ സൃഷ്ടിക്കും. ഈ രാശിയുടെ സൂക്ഷ്മ സ്വഭാവം പലപ്പോഴും അവരുടെ പ്രണയബന്ധങ്ങളെ സ്വാധീനിക്കുന്നു. വിശദാംശങ്ങളിലേക്കുള്ള അവരുടെ ശ്രദ്ധ പല മേഖലകളിലും പ്രയോജനകരമാണെങ്കിലും ചിലപ്പോൾ പ്രണയത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം.
വളരെയധികം പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും ഇക്കൂട്ടർ. ഉയർന്ന പ്രതീക്ഷകളായിരിക്കും ഇവർക്ക്. ഇത് പങ്കാളിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ബുദ്ധിമുട്ടാകുന്നു. കന്നിരാശിക്കാർ അവരുടെ വിശകലന മനസ്സിന് പേരുകേട്ടവരാണ്. ബന്ധങ്ങളിൽ അനാവശ്യ സമ്മർദ്ദത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളിലും ഇവർ അമിതമായി ചിന്തിക്കുന്നത് മറ്റൊരു പ്രശ്നമാണ്. എല്ലാ വിശദാംശങ്ങളും വിഭജിക്കുന്ന ഈ ശീലം പ്രണയത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്തതായി വരുന്നത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട മൂലവും പൂരാടവും ഉത്രാടവുമാണ് ഈ ഗണത്തിൽപ്പെട്ട അടുത്ത രാശി എന്ന് പറയുന്നത്. ധനുരാശിക്കാർ സാഹസികതയും സ്വാതന്ത്ര്യവും ഇഷ്ടപ്പെടുന്നവരാണ്. അതിനാൽ തന്നെ ബന്ധങ്ങൾ ഇവർക്ക് ബാധ്യതയായി കരുതുന്നു. വളരെ ഊർജ്ജസ്വലരാണെങ്കിലും ചിലപ്പോൾ ഇവർ ആളുകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതും കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉള്ളവർക്ക് പ്രണയം വളരെയധികം അന്യമായി കണ്ടുവരുന്നു ജ്യോതിഷപ്രകാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.